അപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ചെയ്യുന്ന തെറ്റായ കാര്യമല്ല ചോദിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് +2 കഴിഞ്ഞിട്ടായാലും ഡിഗ്രി കഴിഞ്ഞിട്ടായാലും ഹയർ സ്റ്റഡീസിന് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ട്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് മാത്രം അവരവർക്ക് താല്പര്യമില്ലാത്ത മേഖലകളിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട്. അതായത് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലാതെ എനിക്ക് അത് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. അതിനൊരു പിയർ പ്രഷർ എന്നാ പറയുക. അങ്ങനെ വരുന്ന കുട്ടികൾ ഒരു താല്പര്യമില്ലാത്തൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയായിരിക്കണം. 2 അതിനകത്ത് കുറച്ച് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു താല്പര്യം അയാൾക്ക് ഉണ്ടാവണം. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ വേണം. പക്ഷേ ഒരു താൽക്കാലിക ലാഭത്തിന് ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് കാലം കൂടി ഒന്ന് എൻജോയ് ചെയ്ത് നടക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം കുട്ടികളെങ്കിലും അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതില്ലാതിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അവനവന് വേണ്ട കോഴ്സുകൾ അവനവൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ ഇൻവോൾവ് ചെയ്ത് പഠിക്കാൻ വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആസ് യൂഷ്വൽ നമുക്കറിയാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഒന്ന് ഷെയർ ചെയ്തോളാം.